അതെ, ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ഏത് പടത്തിന്റെ അല്ല, 2024 പകുതി കഴിഞ്ഞെന്ന്. ഇങ്ങനെ വായും പൊളിച്ചിരിക്കാതെ ഈ വർഷം ഇറങ്ങിയതിൽ ഒരു 10 ബെസ്റ്റ് പടങ്ങൾ പറയണ. ഞാനാ നമ്പർ 10, 2 പോലീസ് ഉദ്യോഗസ്ഥരുടെ ഈഗോ ക്ലാഷ്. അതിനിടയ്ക്ക് ഒരു കൊലപാതകവും അന്വേഷണവും. അനാവശ്യമായ ഡ്രാമയൊന്നുമില്ല. ആ ഇൻവെസ്റ്റിഗേഷൻ പടം ഫുൾ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. പടം തീരുന്നത് വരെ കുറ്റവാളി ആരായിരിക്കുമെന്ന മിസ്റ്ററി നിലനിർത്തുന്ന ഒരു മികച്ച ക്രൈം ത്രില്ലർ. ചിത്രം ജിസ് ജോയ് സംവിധാനം ചെയ്ത് ബിജു മേനനും ആസിഫ് അലിയും കേന്ദ്ര കഥാപാത്രങ്ങളായി വന്ന തലവൻ. പടത്തിന്റെ OTT റിലീസായിട്ടില്ല. മിക്കവാറും അധികം വൈകാതെ തന്നെ സോണി ലിവില് പടം സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ തിയേറ്ററിൽ മിസ് ചെയ്തവരെ OTT വരുമ്പോൾ കാണാൻ മറക്കരുത്. IMDb റേറ്റിംഗ് 7.4 ഔട്ട് ഓഫ് 10. ഡ്യൂറേഷൻ 2 മണിക്കൂർ 30 മിനിറ്റ്. തലവൻ ത്രില്ലിംഗ് ഇൻ വിളയാട്ടം. നമ്പർ 9, ഐതിഹ്യമാലയിലെ മന്ത്രവാദത്തിന്റെ കഥ. കുഞ്ചമൺ പോറ്റി എന്ന കഥാപാത്രവുമായി കൂട്ടിച്ചേർത്ത് ഈ വർഷം ഒരുക്കിയ മികച്ച ഒരു ഫാന്റസി ഫോക്ക് ഹൊറർ ത്രില്ലർ. പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചിത്രീകരിച്ച ഒരു പീരിയഡ് ഹൊറർ പടം. കിടിലൻ പ്രകടനങ്ങൾ, മികച്ച ക്യാമറ, പ്രൊഡക്ഷൻ ഡിസൈൻ എല്ലാം കൊണ്ടും ശ്രദ്ധേയമായ, അതിലുപരി മമ്മൂട്ടിയുടെ നെഗറ്റീവ് വേഷം കൊണ്ട് ഏറെ ചർച്ചാ വിഷയമായ പടം. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി, അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായി വന്ന ഭ്രമയുഗം. ചിത്രം സോണി ലെവലിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. IMDb റേറ്റിംഗ് 7.9 ഔട്ട് ഓഫ് 10. ഡ്യൂറേഷൻ 2 മണിക്കൂർ 20 മിനിറ്റ്. ഈ പടം കാണാതെ പോകാൻ നിങ്ങൾക്ക് അനുവാദമില്ല. നമ്പർ 8, അത്യന്തം അന്വേഷണ ത്വരയുള്ള ഒരു ബോണ്ട് ഡിറ്റക്റ്റീവിന്റെ അന്വേഷണങ്ങളുടെ കഥ. പ്രേക്ഷകരെ കൂടി ഇൻവോൾവ് ചെയ്ത് മിസ്റ്ററി സോൾവ് ചെയ്യുന്ന ഒരു സീറ്റ് എഡ്ജ് ത്രില്ലർ. കഥയ്ക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യവും പറഞ്ഞിട്ടില്ലാത്ത കുറ്റാന്വേഷണത്തിന്റെ കൃത്യത നൽകിയ ഒരു പോലീസ് പ്രൊസീജറൽ ഡ്രാമ. നോസ്റ്റാൾജി ഉണർത്തുന്ന ഒരു സിനിമ കൂടിയാണ്. നല്ല പ്രൊഡക്ഷൻ ഡിസൈനും ക്യാമറയും നല്ല മേക്കിങ്ങും. ചിത്രം ഡാർവിൻ കുര്യാക്കോസ് സംവിധാനം ചെയ്ത് ടൊവിനോ തോമസ് കേന്ദ്ര കഥാപാത്രമായി എത്തിയ അന്വേഷിപ്പിൻ കണ്ടെത്തും. ഈ സിനിമ നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ കാണാൻ കഴിയും. ഇതിന് IMDb കൊടുത്തിരുന്ന റേറ്റിംഗ് 7.4 ഔട്ട് ഓഫ് 10. ഡ്യൂറേഷൻ 2 മണിക്കൂർ 28 മിനിറ്റ്. എനിക്ക് ഈ വർഷം കണ്ടതിൽ വളരെയധികം ഇഷ്ടപ്പെട്ട മികച്ച ഒരു ക്രൈം ത്രില്ലർ. ഈ കേസിലെ യഥാർത്ഥ പ്രതി തന്നെ ശിക്ഷിക്കപ്പെടും. നമ്പർ 7, ഒരു ഓഫീസ് സ്പേസിൽ മാത്രം നടക്കുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ക്രൈം. അത് നിങ്ങളെ 2 മണിക്കൂർ പിടിച്ചിരുത്തുന്നുണ്ടെങ്കിൽ അത് സ്ക്രിപ്റ്റിന്റെ മികവ് തന്നെയാണ്. പടത്തിന്റെ ഇന്റർവെൽ ബ്ലോക്കിലെ ആ ഒരു സീൻ, മൊത്തത്തിൽ തിയേറ്ററിൽ നിന്നും വളരെ സംതൃപ്തിയോടെ കണ്ടിറങ്ങിയ ചിത്രം. സംജാദ് സംവിധാനം ചെയ്ത് രഞ്ജിത്ത് സജീവ്, സിദ്ദിഖ്, ദിലീഷ് പോത്തൻ, ചിന്നു ചാന്ദിനി തുടങ്ങിയവർ അഭിനയിച്ച ഗോളം. ഈ വർഷത്തെ സ്ലീപ്പർ ഹിറ്റായി മാറിയ ഈ ചിത്രം ഇപ്പോൾ തിയേറ്ററിലാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ മിസ് ചെയ്യരുത്. ഇതിന് IMDb കൊടുത്തിരുന്ന റേറ്റിംഗ് 7.8 ഔട്ട് ഓഫ് 10. ഡ്യൂറേഷൻ 2 മണിക്കൂർ. പിന്നെ ഇത് അർദ്ധഗോളമാണ് കേട്ടോ. ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. നമ്പർ 6, ഈ വർഷം പൂർണ്ണ സംതൃപ്തി നൽകിയ ഒരേ ഒരു തമിഴ് ചിത്രം. ഒരു ബാർബർ തന്റെ വീട്ടിൽ നിന്നും ലക്ഷ്മിയെ കാണാതെ പോയി എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ ചിത്രം. മികച്ച സ്ക്രിപ്റ്റും വിജയ് സേതുപതിയുടെ കിടിലൻ പെർഫോമൻസുമാണ് ഈ പടത്തിന്റെ ഹൈലൈറ്റ്. ചിത്രം നിധിലൻ സ്വാമിനാഥൻ സംവിധാനം ചെയ്ത് വിജയ് സേതുപതി, അനുരാഗ് കശ്യപ്, സചന നമിദാസ്, മമത മോഹൻദാസ്, അഭിരാമി തുടങ്ങിയവർ അഭിനയിച്ച മഹാരാജ. പടം ഇപ്പോൾ തിയേറ്ററുകളിൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. IMDb റേറ്റിംഗ് 8.6 ഔട്ട് ഓഫ് 10. ഡ്യൂറേഷൻ 2 മണിക്കൂർ 21 മിനിറ്റ്. മഹാരാജ, തിരക്കഥ തന്നെ രാജ. നമ്പർ 5, ഈ വർഷത്തെ ആദ്യത്തെ 100 കോടി ക്ലബിൽ ഇടം നേടിയ വമ്പൻ വിജയമായ റോംകോം ചിത്രലു. വളരെ സിമ്പിൾ ആയിട്ട് സച്ചിന്റെയും റീനുവിന്റെയും പ്രണയം പറഞ്ഞ കഥലു. മിക്കവർക്കും ഇതിലെ സച്ചിൻ എന്ന കഥാപാത്രവുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയതാണ് പടത്തിന്റെ വിജയം ലു. OTT ഇറങ്ങിയപ്പോൾ സമ്മിശ്ര പ്രതികരണമായിരുന്നുവെങ്കിലും തിയേറ്ററിൽ നല്ലൊരു ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് നൽകിയ സിനിമലു. ചിത്രം ഗിരീഷ് ഷേഡി സംവിധാനം ചെയ്ത് നസ്ലിൻ, മമിത ബൈജു എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി വന്ന പ്രേമലു. ഈ സിനിമ നിങ്ങൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ കാണലു. IMDb റേറ്റിംഗ് 7.9 ഔട്ട് ഓഫ് 10 ലു. ഡ്യൂറേഷൻ 2 മണിക്കൂർ 36 മിനിറ്റ് ലു. പ്രേമലു, കേമലു. ടീച്ചറുടെ മോൻ എല്ലാം പഠിച്ചു, പെണ്ണുങ്ങളെ വളക്കാനോ. നമ്പർ 4, കല്യാണം കഴിഞ്ഞ ഉടനെ നടന്ന ഒരു ട്രെയിൻ യാത്രയിൽ 2 പെൺകുട്ടികൾക്ക് അവരുടെ ഭർത്താക്കന്മാരെ മിസ്സാക്കുന്നതാണ്, അല്ല ആ പെൺകുട്ടികളെ 2 നവവധുക്കളെ കാണാതാവുന്നതാണ് ഈ പടത്തിന്റെ കഥ. സിമ്പിളും രസകരവുമായ അതേസമയം ശക്തമായ രാഷ്ട്രീയവും സംസാരിച്ച ചിത്രം. സിനിസ്ഥാൻ നടത്തിയ തിരക്കഥാ രചനാ മത്സരത്തിൽ മികച്ച 2ാമത്തെ തിരക്കഥയ്ക്കുള്ള അവാർഡ് കിട്ടിയ സ്ക്രിപ്റ്റ്. പടം കിരൺ റാവു സംവിധാനം ചെയ്ത് നിതാൻഷി ഗോയൽ, പ്രതിഭ രത്ന, സ്പർശ് ശ്രീവാസ്തവ തുടങ്ങിയവർ അഭിനയിച്ച ഹിന്ദി സോഷ്യൽ ഡ്രാമ ലാപ്പത്ത ലേഡീസ്. പടം നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ കാണാൻ സാധിക്കും. ഇതിന് IMDb കൊടുക്കുന്ന റേറ്റിംഗ് 8.5 ഔട്ട് ഓഫ് 10. ഡ്യൂറേഷൻ 2 മണിക്കൂർ 2 മിനിറ്റ്. കാണാതായ പെൺകുട്ടികളെ അന്വേഷിപ്പിൻ, കണ്ടെത്തട്ടെ. നമ്പർ 3, സിനിസ്ഥാൻ നടത്തിയ തിരക്കഥാ മത്സരത്തിൽ മികച്ച 2ാമത്തെ ചിത്രം ലാപ്പത്ത ലേഡീസ് ആയിരുന്നുവെങ്കിൽ അതിൽ 1ാം സ്ഥാനം നേടിയ തിരക്കഥ. കേരളത്തിലെ ഒരു പ്രളയകാലത്ത് 2 സ്ത്രീകൾ അവർക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ ശവസംസ്കാരം നടത്താൻ ശ്രമിക്കുന്നതാണ്
പടത്തിന്റെ കഥ. പക്ഷെ അതിനേക്കാൾ ആഴത്തിൽ കുഴിച്ചിട്ട രഹസ്യങ്ങളാണ് കഥയുടെ കാതൽ. ചിത്രം ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത് ഉർവശി, പാർവതി തിരുവോത്ത്, അർജുൻ രാധാകൃഷ്ണൻ, പ്രശാന്ത് മുരളി തുടങ്ങിയവർ അഭിനയിച്ച ഉള്ളൊഴുക്ക്. ഗംഭീര സ്ക്രിപ്റ്റ്, ഗംഭീര പെർഫോമൻസുകൾ. പടം തിയേറ്ററുകളിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും മിസ് ചെയ്യരുത്. കുടുംബത്തോടൊപ്പം തന്നെ പോയി കാണുക. ഈ വർഷം ഈ പടം ഒരുപാട് പുരസ്കാരങ്ങൾ വാരിക്കൂട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. IMDb റേറ്റിംഗ് 8 out of 10, ഡ്യൂറേഷൻ 2 മണിക്കൂർ 3 മിനിറ്റ്. ഉള്ളുലയ്ക്കുന്ന ഉള്ളൊഴുക്ക്. നമ്പർ 2, ഈ വർഷം തിയേറ്റർ മുഴുവൻ ഇളക്കി മറിപ്പിച്ച പൂരപ്പറമ്പാക്കിയ പടം. 3 ജൂനിയർ സ്റ്റുഡൻസ് കോളേജിൽ നടക്കുന്ന റാഗിങ്ങിനെ ചെറുക്കാൻ വേണ്ടി രംഗണ്ണ എന്ന ഗ്യാങ്സ്റ്ററിനെ സമീപിക്കുന്നതാണ് പടത്തിന്റെ കഥ. പടം റിലീസായപ്പോൾ അണിയറക്കാരെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് ഇന്ത്യ മുഴുവൻ തരംഗമായി ആവേശമായി മാറിയ സിനിമ. ചിത്രം ജിത്തു മാധവൻ സംവിധാനം ചെയ്ത് ഫഹദ് ഫാസിൽ, ഹിപ്സ്റ്റർ, മിഥുൻ ജയ്ശങ്കർ, റോഷൻ ഷാനവാസ്, സജിൻ ഗോപു തുടങ്ങിയവർ അഭിനയിച്ച ആവേശം. ഈ പടം നിങ്ങൾക്ക് ആമസോൺ പ്രൈമിൽ കാണാൻ കഴിയും. രംഗണ്ണനും അംബാനും പിള്ളേരും ഇന്ത്യ മൊത്തം ട്രെൻഡിങ് ആണ് മക്കളെ. IMDb റേറ്റിംഗ് 8 out of 10, ഡ്യൂറേഷൻ 2 മണിക്കൂർ 41 മിനിറ്റ്. മോനെ, സത്യത്തിൽ നമ്മളെക്കാൾ ഈ പടം ആഘോഷിച്ചത് നോർത്ത് ഇന്ത്യക്കാരാണ്, അറിയോ? നമ്പർ 1 മൂവി പറയുന്നതിന് മുമ്പ് കുറച്ച് സ്പെഷ്യൽ മെൻഷൻസ്. ഒരു പുസ്തകത്തിന്റെ ചലച്ചിത്ര ആവിഷ്കാരത്തിന് വേണ്ടി മലയാളികൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ആടുജീവിതം. അരങ്ങിൽ നടക്കുന്ന ആട്ടത്തെക്കാൾ വലിയ നാടകം മനുഷ്യർക്കിടയിലാണെന്ന് പറഞ്ഞ സോഷ്യൽ ഡ്രാമ ത്രില്ലർ ആട്ടം. മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ഫ്യൂച്ചറിന്റെ കഥ പറഞ്ഞ സൈഫൈ കോമഡി ഡ്രാമ ഗഗനചാരി. ഇനി നമ്പർ 1 മൂവി. ഈ വർഷത്തെ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച ഇൻഡസ്ട്രിയൽ ഹിറ്റ്. മലയാളികൾക്ക് മേലെ തമിഴ്നാട് നെഞ്ചോട് ചേർത്ത മലയാള ചിത്രം. 20 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച് 250 കോടിയോളം കളക്ട് ചെയ്ത അത്ഭുത സിനിമ. മഞ്ഞുമലിൽ നിന്നും ഒരു കൂട്ടം സുഹൃത്തുക്കൾ കൊടൈക്കനാലിലേക്ക് പോയ കഥ പറഞ്ഞ ഗംഭീര സർവൈവൽ ത്രില്ലർ. ചിദംബരം സംവിധാനം ചെയ്ത് ശ്രീനാഥ് ഭാസി, സൗബിൻ ഷാഹിർ, ബാലു വർഗീസ്, ഗണപതി തുടങ്ങി നിരവധി താരങ്ങൾ അഭിനയിച്ച മഞ്ഞുമൽ ബോയ്സ്. സുഷിൻ ശ്യാമിന്റെ സംഗീതം പടത്തിന് നൽകിയ മൈലേജ് പറഞ്ഞറിയിക്കാനാവില്ല. അതോടൊപ്പം തന്നെ ഇളയരാജയുടെ സംഗീതത്തിൽ ഗുണ എന്ന സിനിമയിലെ കൺമണി അൻപോട് എന്ന പാട്ട് നൽകിയ ഓളവും. പടം Disney+ ഹോട്ട്സ്റ്റാറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിന് IMDb കൊടുത്തിരുന്ന റേറ്റിംഗ് 8.3 out of 10, ഡ്യൂറേഷൻ 2 മണിക്കൂർ 15 മിനിറ്റ്. എന്നാലും എന്തൊരു പോക്കായിരുന്നത്. ഏത് അല്ല 2024 ഫസ്റ്റ് ഹാഫേ. ഫസ്റ്റ് ഹാഫ് മലയാള സിനിമ പൊളിച്ച്, സെക്കൻഡ് ഹാഫിന് കണ്ടറിയാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.